നടക്കൂല, കഴിയൂല. മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം. പക്ഷെ ഇതേപോലെ മുഖത്തടിച്ച പോലെ പറയണമെന്നല്ല. എനിക്ക് കഴിയില്ല ആ ഒരു കാര്യം ചെയ്യാൻ. എന്റെ വാല്യൂ അനുസരിച്ചിട്ട് ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്യില്ല എന്നുള്ളത് പൊളൈറ്റ് ആയിട്ട് ആളെ വേദനിപ്പിക്കാത്ത രീതിയിൽ പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. ആൾക്ക് വേദനിക്കൂല എന്നുള്ളത് വേറെ കാര്യം. എന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ ചിരിപ്പിക്കില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. എന്നെ വേദനിപ്പിച്ചുകൊണ്ട് അയാൾ ചിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അയാൾ എന്നെക്കുറിച്ച് മോശമായിട്ടൊന്നും വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അയാൾ എന്നെക്കുറിച്ച് മോശം വിചാരിച്ച് എനിക്ക് എന്ത് സംഭവിക്കും? എൻ്റെ ഓക്സിജൻ പോവോ? തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി എൻ്റെ സമാധാനം പണയം വെച്ചിരിക്കുന്ന ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കൊണ്ടുത്തരില്ല. വി ഹാവ് ടു ഹെൽപ്പ് ദം. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ നമ്മളെ മറന്നുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഫേക്കാണ്. ലവ് യുവർ സെൽഫ്, സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഫീൽ എന്ന് ആലോചിച്ച് നോക്കി. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ കൂടെ ചില ആളുകൾ ഹീറോ പോലെ നിൽക്കുമ്പോൾ അയാൾ വേറെ ലെവലാണ്. അതേപോലെ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ടൈമുണ്ട്. അവിടെയാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അവിടെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വാല്യൂ പോലും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ ഇല്ല എങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അവർക്കത് വാല്യുബിൾ ആയിട്ട് തോന്നില്ല. സോ ലവ് യുവർ സെൽഫ്, ലവ് അതേഴ്സ്. ലൈഫ് വേറെ ലെവലാണ്.